ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പോലീസ് കോൺസ്റ്റബിളിന്റെ PSCയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിലാണ് എക്സാം. അതായത് ഈ പറയുന്ന ഓർഡറിൽ നോക്കണം. 73 നമ്പർ പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാം നടക്കുന്നത് 26 തീയതി, ജൂലൈ മാസം 26 എക്സാം. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് 11 തീയതി മുതൽ, ജൂലൈ 11 തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. 22 മുതൽ 11 വരെ, അതായത് ഏപ്രിൽ 22 മുതൽ മെയ് 11 തീയതി വരെ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സിലബസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും കാറ്റഗറി നമ്പർ കാണാനായിട്ട് പറ്റും. കാറ്റഗറി നമ്പർ, ഓരോ പോസ്റ്റിന്റെയും കാറ്റഗറി നമ്പർ നോക്കുക. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും നോക്കുക. ഇപ്പം ഒരു പോലീസ് കോൺസ്റ്റബിളിനും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അതായത് എസ് ടി ഒള്ളി, ഈ കാറ്റഗറിക്കും ഒരു കോമൺ എക്സാം ആണ് നടക്കുന്നത്. അപ്പോൾ 387/2024 എന്നുള്ള കാറ്റഗറി നമ്പർ നോക്കുക. ആ കാറ്റഗറി നമ്പറിന്റെ എക്സാം, എല്ലാത്തിന്റെ എക്സാം ഒരു ഡേ തന്നെയായിരിക്കും. അതായത് ജൂലൈ മാസം 26 എല്ലാത്തിനും കോമൺ ആയിട്ടൊരു എക്സാം ആണ്. അതുപോലെ തന്നെ ജൂലൈ മാസം 11 തീയതി മുതൽ എല്ലാത്തിന്റെയും ഹോൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ 72, 73, 74, 75, 76 അങ്ങനെ താഴോട്ട് കുറച്ചുണ്ട്, ഞാനത് കാണിക്കാം. അതിന് എല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും അതായത് ഏപ്രിൽ 22 മുതൽ മെയ് മാസം 11 തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്. അപ്പോൾ നമുക്ക് സബ് ഇൻസ്പെക്ടർ ട്രെയിനിക്ക് എത്ര പേരാണ്? എസ് ടി മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും 2382 സ്റ്റുഡൻസ് ആണ്, അത്രയും കാൻഡിഡേറ്റ്സ് ആണ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴത്തെ 73 കാറ്റഗറി നമ്പർ നോക്കിക്കേ, 484/2024. അത് പോലീസ് കോൺസ്റ്റബിളിന്റെ ആണ്. അതിന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം 2536 കാൻഡിഡേറ്റ്സ് ആണ് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ളതാണ്. ഇനിയും പറയുന്നത് തിരുവനന്തപുരമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ 74, 75, 76, 77 അതിന്റെയൊക്കെ കാറ്റഗറി നമ്പർ നോക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും നോക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ഉള്ള ആ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കിയേരെ. നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ആ ജില്ലയിൽ എന്തുമാത്രം കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഐഡിയ കിട്ടും നമുക്ക്. അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നതിലൂടെ അതിനൊക്കെ നമുക്കൊരു ഇത് കിട്ടും. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നോക്കുക. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം 83 വരെ ഉള്ളത് കണ്ടോ. ഓരോ കാറ്റഗറി, നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്ത ഏത് കാറ്റഗറി നമ്പർ ആണ് നോക്കുക, അതിന്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കുക. അതിനനുസരിച്ച് സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. നോക്കിക്കേ എന്തുമാത്രം സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ തന്നെ 79 നമ്പർ ഒന്ന് നോക്കിക്കേ. അതിന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കിയേ, 17,503. 78 നമ്പറിന്റെ നേരെ ഒന്ന് നോക്കിക്കേ, അതിന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കിക്കേ എത്രയാണ്? 23,540 സ്റ്റുഡൻസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. വേക്കൻസി എത്രയുണ്ടെന്ന്, കുറച്ച് വേക്കൻസി ഒക്കെ ഉള്ളൂ, പക്ഷെങ്കിൽ അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം ഒക്കെ വളരെ കൂടുതലാണ്. സോ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് താഴോട്ട് നോക്കാം. പിന്നീട് എവിടം വരെയാണ്? 583/2024 അപ്ലൈ ചെയ്തവർക്ക് 1,49,293 കാൻഡിഡേറ്റ്സ് ആണ് ആ ഒരു പോസ്റ്റിന്റെ എക്സാം എഴുതുന്നത്. 86 നമ്പർ 583/2024, അതായത് പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാം എഴുതിയത് കാൻഡിഡേറ്റ്സിന്റെ എണ്ണമാണ്. 1,00,000 മേലെയാണ്. അപ്പം ഇത്രയും ഈ റെഡ് കളറ് കണ്ടോ, റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഇത്രയത്തിലും ഒരൊറ്റ കോമൺ എക്സാം ആയിരിക്കും. ഇതിന്റെ സിലബസ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം. സോ അവരൊരു അപ്ലൈ ചെയ്ത പോസ്റ്റിന്റെ വേക്കൻസി ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.